മര്യാദയ്ക്ക് പണിയെടുത്ത് ഈ കാണുന്ന ഭൂമിയിലെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് സെക്ഷുവാലിറ്റിയും ആസ്വദിച്ച് അടിപൊളിയായിട്ട് മരിച്ചു പോകേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് ഇവർക്കെന്താ വട്ടോ ഭ്രാന്താണോ? ബോധം പരിണമിച്ചാൽ, ബോധം എക്സ്പാൻഡ് ആയാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ശരിക്കും മണ്ടന്മാരാണ് നമ്മൾ. ഈ പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫേക്കല്ലേ, ഒന്നും സ്ഥിരമല്ല. ചിന്തിച്ചു നോക്കിക്കോ. പണമില്ലാത്ത നമുക്കാണ് തോന്നുന്നത് പണമുണ്ടായ സന്തോഷം കിട്ടുന്നു. ഒരു പക്ഷെ പണമുള്ളൊരു വ്യക്തിക്ക് പൊട്ടിക്കരയാനോ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ ഒരു മനുഷ്യൻ പോലും ഇല്ല. ആ സോളിന് അതിയായ ശക്തിയുണ്ട്. ആ ശക്തി ഒരിക്കലും നമുക്കെന്താ ഉപയോഗിക്കാൻ പറ്റാത്ത? എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? എന്തിനാണ് ഈ യോഗികളൊക്കെ തപസ്സിരുന്ന് അവരുടെ ശരീരം നശിപ്പിച്ച് കളയുന്നത്? കാരണം വെറുതെ ഒരു സ്ഥലത്തിരുന്ന് വെള്ളം, ആഹാരം ഒന്നുമില്ലാതെ കുറേ നാൾ തപസ്സിരുന്ന് ഒന്നുമില്ലാതെ അവർ ചിലപ്പോൾ മരണപ്പെടുന്നുണ്ടാകാം. അത് നമുക്കറിയുന്നില്ല. പക്ഷേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെറുതെ ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നതിൻ്റെ ആവശ്യം? ശരിയാണ്. പൊതുവേ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ട് ചോദ്യങ്ങളിൽ ഒന്നാണ്. നമുക്ക് കാണുമ്പോഴും അത് തന്നെയാണ് ശരി. അതായത് മര്യാദയ്ക്ക് പണിയെടുത്ത് ഈ കാണുന്ന ഭൂമിയിലെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് സെക്ഷുവാലിറ്റിയും ആസ്വദിച്ച് അടിപൊളിയായിട്ട് മരിച്ചു പോകേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് ഇവർക്കെന്താ വട്ടോ ഭ്രാന്താണോ എല്ലാം ഉപേക്ഷിച്ച് നഗ്ന ശരീരമായിട്ട് ജീവിക്കാൻ ഇവർക്കെന്താ കാരണം? നമ്മുടെ ബോധമല്ല അവരുടെ ബോധം. ബോധം വികസിച്ചാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. അപകടങ്ങൾ മീൻസ് ഒരുപാട് നമ്മൾ സാധാ മനുഷ്യന് അപകടമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. നമ്മളെല്ലാവരും പ്രകൃതിയുടെ ലോയിലാണ് ജീവിക്കുന്നത്. ഇത് ഭയങ്കര വലിയൊരു സബ്ജക്റ്റാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഭൂമിയുടെ ലോ, ഭൂമിക്കൊരു ലോ ഉണ്ട്. ഒരു മനുഷ്യൻ ഇവിടെ ശരീരം എടുക്കുന്നു. ശരീരം എടുത്ത ഒരു മനുഷ്യൻ എടുത്തു നോക്കിക്കോ, എല്ലാ മനുഷ്യരും ദുഃഖങ്ങളിലൂടെ കടന്ന് സന്തോഷത്തിലൂടെ പോയി, ദുഃഖങ്ങളിലൂടെ പോയി, സന്തോഷത്തിലൂടെ പോയി, അവസാനം മരിച്ച് നമ്മുടെ ശരീരത്തെ മണ്ണോട് ചേർത്ത് നമ്മുടെ ആത്മാവ് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെയല്ലേ എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നത്. പക്ഷേ നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിലല്ലേ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയപ്പെടുന്നു. അതെ, നമുക്ക് ഈ നമുക്കൊരു സക്സസ് ലൈഫ് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളുടെ, സക്സസ് ആയിട്ടുള്ള ആളുകളുടെ അങ്ങനൊരു ജീവിതം നമുക്ക് വേണ്ട. ഇതെല്ലാം ഒരു മിഥ്യാധാരണയല്ലേ സക്സസ് എന്ന് പറയുന്നത്? പക്ഷെ ഓരോരുത്തർക്കും അത് ഞാൻ പറഞ്ഞു, അതൊരു ധാരണയല്ലേ. അൾട്ടിമേറ്റ് എന്താ നേടുന്നത്? നമ്മളിവിടെ എടുക്കുന്ന സർട്ടിഫിക്കറ്റോ നമ്മുടെ സുന്ദരിയായ ഭാര്യനെയോ നമ്മുടെ സ്നേഹമുള്ള അച്ഛനമ്മേനെയോ നമ്മുടെ ദുഃഖങ്ങളെയോ ഒന്നിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അൾട്ടിമേറ്റ് നമ്മൾ മരണം സംഭവിക്കുക. ശരിക്കും നമ്മുടെ ശരീരം മരിച്ച് ഈ ഭൂമിയിലെ മണ്ണിന് കൊടുക്കേണ്ട ശരീരമാണോ ശരിക്കും നമ്മുടെ? ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. അല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും യോഗിമാർ അവർ എല്ലാം ത്യജിച്ച്, അതായത് ഭൂമിയുടെ ഒരു രീതിയിലുമുള്ള സുഖങ്ങളോ സൗകര്യങ്ങളോ സെക്ഷുവാലിറ്റിയോ ഭക്ഷണമോ ഒന്നും വേണ്ടാതെ ശരീരബോധം പോലും ഇല്ലാതെ ഈ യോഗിമാർ എന്തുകൊണ്ടായിരിക്കും കഠിനമായ തപസ്സുകളിൽ നീണ്ട വർഷങ്ങൾ ഏർപ്പെടുന്നത്? അവരവരുടെ ആത്മാവിനെ സ്വയം നശിപ്പിച്ച് കളയുകയല്ലേ. അവിടെയാണ് ഇതാണ് പ്രശ്നം. നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ബോധമല്ല. ബോധം പരിണമിച്ചാൽ, ബോധം എക്സ്പാൻഡ് ആയാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ശരിക്കും മണ്ടന്മാരാണ് നമ്മൾ. ഈ പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫേക്കല്ലേ, ഒന്നും സ്ഥിരമല്ല. ചിന്തിച്ച് നോക്കിക്കോ. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം സ്ഥിരമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരു നാളൊരിക്കലും വിവാഹം കഴിച്ചു, ആ ഭാര്യ കൂടെ ഉണ്ടാവുമെന്നും എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു നിർബന്ധമുണ്ടോ? കുഞ്ഞുങ്ങൾ നോക്കുന്നു നിർബന്ധമുണ്ടോ? നമ്മളിത് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താ? കല്യാണം കഴിക്കൂ, കല്യാണം കഴിച്ചിട്ട് എന്തിനാ? സ്ട്രെസ്സാണ്. മനസ്സിലായോ? എത്ര പേര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്? വളരെ ചുരുക്കം പേര് മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കുന്നുള്ളൂ. ആ സന്തോഷത്തിന് ഇടയിലും എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ സഫർ ചെയ്താൽ മാത്രമേ അവിടെ സന്തോഷമുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിഭാഗം ആളുകൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്നു. ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ലൈഫിൽ നമുക്കൊരു കാര്യം സ്ഥിരമായിട്ട് വേണ്ടേ? സ്ഥിരത എന്താ എന്ന് പറ. എന്താണ് സ്ഥിരത? അച്ഛനും അമ്മയും നാളെ ഒരിക്കലും മരിച്ചു പോകുന്നു, നമ്മുടെ ഭാര്യ മരിച്ചു പോകുന്നു, കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നമ്മളെ പിടിച്ച് അനാഥാലയത്തിൽ ഉണ്ടാക്കുന്നു, നമുക്ക് സാമ്പത്തികം ഉണ്ടാകും, ഒരു പക്ഷേ സാമ്പത്തികം ഇല്ലാതിരിക്കും. ഇത് തന്നെയല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്. അൺലിമിറ്റഡ് മണി ഉണ്ടെങ്കിൽ നമുക്ക് അതല്ലേ അതുപോലെ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? പണമുണ്ടായിട്ട് കിടന്നുറങ്ങാത്ത, പണമുണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, പണമുണ്ടായിട്ട് എത്രയോ പേര് ഇപ്പോഴും അനാഥാലയത്തിൽ പോയി കിടക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ് മനസ്സിലാക്കിക്കോ. അല്ല, അവർക്ക് അൺലിമിറ്റഡ് മണി ഉണ്ടെങ്കിൽ ഒന്നുണ്ടായിട്ടും അവർക്ക് സമാധാനം ഉണ്ടോ? അവർ ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ടോ കുടുംബജീവിതത്തിൽ? നമ്മൾ ഈ കാണുന്ന സെലിബ്രിറ്റികൾ എല്ലാവരും ഹാപ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവർക്കൊരു 10 കുടുംബം വരെ വിലയ്ക്ക് വാങ്ങാൻ. പണമില്ലാത്ത നമുക്കാണ് തോന്നുന്നത് പണമുണ്ടായ സന്തോഷം കിട്ടുന്നു.
ഒരു പക്ഷേ പണമുള്ളൊരു വ്യക്തിക്ക് പൊട്ടിക്കരയാനോ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ ഒരു മനുഷ്യൻ പോലും ഇല്ല. അവരെല്ലാവരും വളരെ ദുഃഖത്തിലാണ്. നമ്മളെന്താ വിചാരിക്കുന്നത് ഇതെല്ലാം ഹാപ്പിയാണെന്നോ? നമ്മുടെ ഇല്ലായ്മയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നാളെ ഒരിക്കലും ചിന്തിച്ച് നോക്കിക്കോ, ഒരു കാറ് വാങ്ങിച്ചു, അടുത്ത കാറ് വാങ്ങാനായിരിക്കും ആഗ്രഹം. ഒരു വീട് വെച്ചു, ആ വീട് പൊളിച്ചിട്ട് വേറൊരു വീട് വെക്കാനായിരിക്കും ആഗ്രഹം. സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനായി ആഗ്രഹം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണെന്നേ. ഒരിക്കലും നമ്മൾ ജനിച്ച മുതൽ മരണം വരെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക, ശരിയല്ലേ? നമ്മുടെ ആഗ്രഹം എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ പറ്റിക്കപ്പെടാല്ലേ ശരിക്കും? പക്ഷെ നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കല്ലേ? ലോക കോടീശ്വരന്മാരെ നോക്കുമ്പോൾ അവരെല്ലാം സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് സമാധാനം ഉണ്ടെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ മുന്നിൽ എത്രയോ പേര് ഫേക്കായിട്ട് ചിരിക്കുന്നു, ഫേക്കായിട്ട് സന്തോഷം കാണിക്കുന്നു. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ്? നമ്മളെല്ലാവരും എന്തോ എന്ത് തേടിക്കൊണ്ടിരിക്കുന്നു? സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്നു, സമാധാനം തേടിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കുക. പക്ഷെ ഇതൊന്നും കിട്ടുന്നില്ല. എത്രയോ ബാറുകളിൽ ആൾക്കാർ വന്നിരിക്കുന്നു, എത്രയോ പള്ളികളിൽ. എന്തിനാണ് ഈ ആരാധനാലയം ഇന്ത്യയിൽ, ലോകത്ത് മൊത്തം? സമാധാനം കിട്ടാനില്ല. അപ്പോൾ ഇവർക്കും സമാധാനം ഇല്ലാത്തതുകൊണ്ടാണോ? പലപ്പോഴും സ്പിരിച്വൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും പ്രകൃതിയുടെ ലോയിലാണ് ജീവിക്കുന്നത്. ഭൂമിക്കൊരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ മനുഷ്യരും, അതായത് ആത്മാവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോള് അതിശക്തി ഉള്ള ഒന്നാണെന്ന് അറിയാമോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ര തന്നെ ശക്തിയുള്ള, ദൈവത്തിൻ്റെ ഒരു കണമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. ആ സോളിന് അതിയായ ശക്തിയുണ്ട്. ആ ശക്തി ഒരിക്കലും നമുക്കെന്താ ഉപയോഗിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? അതായത് നമ്മുടെ ആത്മാവിനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ഒരുപാട് അതീന്ദ്രിയമായ കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷെ അതെല്ലാം നമ്മുടെ തോന്നലായിക്കൂടെ? ഹാലൂസിനേഷൻ ആണോ? ഉറപ്പാണോ? ആയിക്കൂടെ? ഇല്ല, അതാണ് സത്യം. അതാണ് സത്യം. അല്ലാതെ ഈ ആത്മാവ് ഇവിടെ നിന്ന് വന്നു. പല യോഗിമാരും എങ്ങനെയാണ് ഇത്രയും ഹൈ പവറായിട്ട് മാറിയത്? അവർക്ക് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നത്? അവർക്കാണ് ഹീലിംഗ് കൊടുക്കാൻ പറ്റുന്നത്? ജീസസ് ക്രൈസ്റ്റിന് എങ്ങനെ അങ്ങനെയായി മാറാൻ പറ്റി? നമ്മുടെ മുന്നിൽ വ്യക്തമായ ഉദാഹരണമാണല്ലോ. മുഹമ്മദ് നബിക്ക് അങ്ങനെയായി മാറാൻ പറ്റി? ഒരുപാട് ആളുകളുണ്ടല്ലോ ഇത്തരത്തിലുള്ള ആളുകൾ. അവർക്കെല്ലാവരും എങ്ങനെ ആവാൻ പറ്റി? പുതിയ കാലത്ത് നമുക്ക് അങ്ങനെ എടുത്തു പറയാതൊക്കെ ആരുണ്ട്? ഒത്തിരി പേരുണ്ടെന്നേ, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ബോധം ഇത്ര വികസിച്ചിട്ടാണോ? നമ്മുടെ ബോധം എവിടെ വരെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ബോധം ഈ ചുറ്റുപാടിൽ ഒതുങ്ങിയില്ലേ? ഈ റൂമിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയാമോ? ഇല്ലല്ലോ. ഈ ലോകത്ത് എന്താണെന്ന് നമുക്കറിയാമോ? ഈ ലോകത്ത് ആരെല്ലാം ഏതെല്ലാം മാനസികാവസ്ഥയിൽ ജീവിക്കണം നമുക്കറിയാമോ? നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ മനുഷ്യരും പ്രകൃതിയുടെ ഒരു ലോയിലാണ് ജീവിക്കുന്നത്. പ്രകൃതിയുടെ നിയമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതീന്ദ്രിയമായ ശക്തിയുള്ള നമ്മുടെ ആത്മാവിൻ്റെ ശക്തി ഒരിക്കലും ശരീരത്തിന് കണക്റ്റ് ആവില്ല. ശരീരം എപ്പോഴും ഈ ലോയിലാണ് ജീവിക്കേണ്ടത്. ഏത് ലോയിൽ? സങ്കടത്തിലൂടെ ജീവിക്കുന്നു, സന്തോഷത്തിലൂടെ ജീവിക്കുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ അവസാനം നമ്മൾ മരിച്ച് മണ്ണാവുന്നു. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ വിട്ടിട്ട് വേണം നമ്മൾ പോകാൻ. എന്നാൽ യോഗിമാരും അത്തരത്തിലുള്ള ബോധോദയം വന്ന ആളുകൾ എന്താ ചെയ്തത്? ആദ്യം ചെയ്തത് പ്രകൃതിയുടെ ലോയിനെ കട്ടാക്കാണ് ചെയ്തത്. അവർ യൂണിവേഴ്സൽ ലോയുമായിട്ട് കണക്റ്റ് ആവും. അത് വളരെ സിമ്പിൾ കാര്യമല്ല. നീണ്ട വർഷങ്ങളുടെ പ്രാക്ടീസും തപസ്സുകളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതിയുടെ ലോയിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ ദുഃഖമാണ് അൾട്ടിമേറ്റ്. സന്തോഷം ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ഏറ്റവും അധികം മുന്നോട്ട് പോകുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം മാറും, പിന്നെ അത് തന്നെ വരും, പിന്നെ അത് മാറും. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പിന്നെയും ദുഃഖങ്ങളും സങ്കടങ്ങളും വന്നുകൊണ്ടിരിക്കണം. എന്താ ഇതെല്ലാ മനുഷ്യനെ എടുത്ത് നോക്കിയാൽ സെയിം അല്ലേ? അതായത് ഒരിക്കലും പ്രകൃതിയുടെ ലോയിൽ നിന്ന് പൊട്ടി പുറത്തു പോകാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഞാൻ ഒരു സ്പിരിച്വൽ ഒരാളാവാൻ ആഗ്രഹിക്കുന്നു. എന്നിലോട്ട് ആദ്യം എന്തായിരിക്കും വരുന്നത്? ഞാനിങ്ങനെ കുറച്ച് നാൾ ഒരു സ്പിരിച്വൽ വേലോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് ചിന്തിക്കും, എന്തിനാണ് ഈ സാധനമൊക്കെ ചെയ്യുന്നത്? ലോ അപ്പോൾ തന്നെ ഹൈ പവറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തുടങ്ങും. ഭൂമിയിലെ ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിച്ച് ജീവിച്ചാൽ പോലെ. എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്യുന്നത്? എന്തിനാണ് തപസ് ചെയ്യുന്നതിന്? എന്തിനാണ് നമ്മൾ ഈ പറയുന്ന വിവാഹം കഴിക്കാതിരിക്കുന്നതിനാ? വിവാഹം കഴിച്ചൊരു ഭാര്യയുമായിട്ട് ലൈംഗികത അനുഭവിച്ച് ജീവിച്ചാൽ പോലെ. കുഞ്ഞുങ്ങളും എല്ലാവരും അങ്ങനെ ജീവിക്കുന്ന ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചൊരു വീടൊക്കെ വെച്ച് ഈ ചിന്ത നമ്മളിലോട്ട് കടന്നു വരും. ഇനി ഞാൻ തീരുമാനിക്കാം, എനിക്ക് ഭൂമിയിൽ കിട്ടുന്ന സുഖങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിക്കാം. അങ്ങനെയെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിശക്തമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. അതായത് ഭൂമി നമുക്ക് ഒരുപാട് ഓഫറുകൾ ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന പ്രകൃതി, സൗന്ദര്യം, സെക്ഷുവാലിറ്റി എല്ലാം ഭൂമിയുടെ ലോയാണ്, പ്രകൃതി ലോയാണ്. സെക്ഷുവാലിറ്റി ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ വീണ്ടും മനുഷ്യൻ സെക്ഷുവാലിറ്റി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു വട്ടം ചെയ്താൽ പോരെ, പിന്നെ ഇതിന് വീണ്ടും ചെയ്യുന്നത്. ഇറ്റ്സ് എ ട്രാപ്പ്. ഇതൊരു ട്രാപ്പാണ്. ഈ കാണുന്ന പ്രകൃതിയും ഈ കാണുന്ന ഭക്ഷണവും വെള്ളവും, ഇത് ഞാൻ പറയുമ്പോൾ ഏത് തലത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇറ്റ്സ് എ ട്രാപ്പ്. ഈ ട്രാപ്പ് പൊട്ടിച്ച് പുറത്ത് വരണം. നമ്മളൊരു യൂണിവേഴ്സൽ ലോയുമായിട്ടാണ് നമ്മൾ കണക്റ്റ് ആയിട്ട്, ഭൂമിയിലെ ലോ ആയിട്ട് നമ്മൾ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് എന്താണോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ടി ഓഫർ ചെയ്യുന്നത്, അതിൻ്റെ എതിര് വരും. അതിയായ
പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ ഇതെല്ലാം വരുന്നതിൻ്റെ ഒപ്പം തന്നെ യോഗിമാർ എന്ത് ചെയ്യും? ഹൈ ലെവൽ ഓഫ് മെഡിറ്റേഷനും പ്രാർത്ഥനകളും എല്ലാം ചെയ്ത് നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഏറ്റവും ശക്തിയുള്ള നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ഒന്നായി മാറും. അങ്ങനെ ഒന്നായി മാറുന്ന നിമിഷം നമ്മൾ ദൈവത്തിൻ്റെ മറ്റൊരു അവതാരമായിട്ട് നമ്മൾ മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നമ്മുടെ ശരീരം ലോ എനർജി ആയതുകൊണ്ടാണ്. ശരിയാണല്ലോ? എല്ലാ മനുഷ്യരുടെ ബോഡിയും ലോ എനർജിയാണ്. ഹൈ എനർജി ആവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അടി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ ഓഫറിൽ നമ്മൾ വന്ന് വീഴുന്നത്. നമ്മുടെ ശരീരം എന്ന് ആത്മാവിൻ്റെ അത്രത്തോളം തന്നെ എനർജി ആക്കണമെങ്കിൽ അത് നമ്മൾ ശ്രമിക്കേണ്ട കാര്യമാണ്. അതിനാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഫേക്ക് ലോകത്ത് ജീവിക്കണമെന്ന്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്ത് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ത്യജിച്ച് നമ്മുടെ ശരീരത്തിനെ ആ എനർജിയിലോട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ അടുത്ത നിമിഷം ആത്മാവും നമ്മുടെ ശരീരവും ഒന്നായി മാറും. അങ്ങനെ ഒന്നായാൽ ഈ ഭൂമിയുടെ ലോ ആയിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. ഇനി നമുക്ക് യൂണിവേഴ്സൽ ലോ ആയിട്ട് കണക്ഷൻ. അങ്ങനെ ഭൂമിയുടെ ഒരു ലോയിൽ നമ്മൾ കട്ടായാൽ പിന്നെ നമുക്ക് ഭക്ഷണം വേണ്ട, ജീവിക്കാൻ വെള്ളം വേണ്ട, നമ്മുടെ ശരീരത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിപ്പിക്കാം. ഒരു ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മുടെ ശരീരം എന്ന് പറയുന്ന വസ്തുവിന് ഹൈ എനർജി ആവണം. അങ്ങനെയെങ്കിൽ നമുക്ക് മരണം ഉണ്ടാവില്ല. യോഗിമാർക്ക് മരണമില്ലല്ലോ. അവരെത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ജീസസ് ക്രൈസ്റ്റിന് മരണമില്ലല്ലോ. മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു? അവരുടെ ശരീരത്തിനെ കൃത്യമായി അവരെ എനർജി ലെവലിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഭയങ്കര പവർഫുള്ളാണ്. ഈ പവർഫുള്ളായ ആത്മാവിനെ നമുക്ക് അടുത്തറിയാനും അതിനെ മനസ്സിലാക്കാനും പറ്റണമെങ്കിൽ അതിൻ്റെ എനർജി നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം അത്രത്തോളം തന്നെ എനർജിയിൽ വന്ന് ചേർന്നേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഭൂമിയിലെ ലോ കട്ടായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ലോയുമായിട്ട് കണക്റ്റ് ആയാൽ ഇനി നമുക്ക് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം അവിടെ നിന്നായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ്, നമ്മുടെ ബോധം വികസിക്കും. നമ്മൾ ഈ പറയുന്ന ഒരു വീടിൻ്റെ അകത്തോ ഒരു നാട്ടിലോ അല്ല നമ്മുടെ ബോധം ഇരിക്കുന്നത്. സർവ്വവ്യാപി എന്ന് പറയില്ലേ, അതെന്താ? നമ്മുടെ ബോധം വികസിക്കുക. നമ്മളെല്ലായിടത്തും ഉണ്ടാവും. നമ്മളൊരു ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പോലും നമ്മുടെ ബോധം ഉണ്ടാവും. ഈ ബോധതലം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ ഒരു തലത്തിലെത്തുന്നവരാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ മഹാന്മാരും.